ഇത് കാണുമ്പോൾ ഒന്നും കൂടെ ഹാപ്പി ആവുമെന്ന്. ഹാപ്പി ആയില്ലെങ്കിൽ നീ അങ്ങോട്ട് കൊച്ചിയിലേക്ക് വാ, അടച്ചേരാ. അപ്പൊ എന്താ പറയണ്ടേ, ഒരുപാട് സന്തോഷമാണ്. നമ്മുടെ വീട്ടിലൊരു കുട്ടി, നമ്മുടെ ഒരു അനിയത്തിക്കുട്ടിയുടെ ഒരു ബിഗ് ഡേ ആണെന്ന്. അനുമോളുടെ വിവാഹം സോഷ്യൽ മീഡിയ ഇന്ന് തൂത്തുവാരി കൊണ്ടുപോയിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ 7 വിന്നറും സർവോപരി സ്റ്റാർ മാജിക്കിലൂടെ ഒരുപാട് ആളുകൾക്ക് സുപരിചിതയായി മാറിയ അനുമോളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും രാവിലെയൊക്കെ എനിക്ക് തോന്നുന്നു ഈ അമ്പലത്തിൽ വെച്ചിട്ടുള്ള ചടങ്ങുകൾ മാത്രമായിരുന്നു. ഇപ്പൊ കുറച്ചു മുന്നേ നോക്കുമ്പോഴത്തേക്ക് ചാലക്കുടിയിൽ അവരുടെ ഒരു ചെറിയൊരു റിസപ്ഷൻ പോലൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള വീഡിയോകളും ഒക്കെ മെല്ലെ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അനുമോളുടെ ചാനലിലൂടെ തന്നെ വേണമല്ലോ. ഓൺലൈൻ മീഡിയക്കാരെയൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് സ്വന്തം ചാനലിലൂടെ അവിടുത്തെ പരിപാടികളൊക്കെ കാണിക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു ശരി. അതാണ് കാരണം ഒരു പെൺകുട്ടിയാണ്, അവളായിട്ട് മുന്നിട്ടിറങ്ങി അവളുടെ കല്യാണം നടത്തുന്നു, നല്ല ചെലവുണ്ട്, തിരിച്ച് കുറച്ചൊക്കെ പിടിക്കണ്ടേ? അപ്പൊ പിന്നെ കുറ്റം പറയാനൊന്നും പറ്റില്ല. ഓൺലൈൻ മീഡിയക്കാർ വഴി ഇനി വീഡിയോകൾ എന്തെങ്കിലും വരുമോ എന്ന് എനിക്കറിയില്ല. അവരെയൊക്കെ അകത്തോട്ട് കയറ്റുന്നുണ്ടോ ഒന്നും നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. എന്താണെങ്കിലും നല്ലത് നടക്കുമ്പോൾ കുറേ ആളുകൾ നല്ലത് പറയും, ഇച്ചിരി മോശം പറയാനും ആരെങ്കിലും ഒക്കെ വരുമല്ലോ. ഉണ്ട്, അങ്ങനെ പറയുന്നവരുണ്ട്. നമുക്ക് അവരെ പറ്റിയൊക്കെ പറയാം. അതിന് മുമ്പായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ വീണ്ടും ഒരു കൺഗ്രാറ്റ്സ് രണ്ടുപേർക്കും. ഭുവൻ എന്നാണെന്ന് തോന്നുന്നു ആ പയ്യന്റെ പേര്. ഒരു മോഡലൊക്കെയാണ്, നടനാണെന്ന് തോന്നുന്നു. തമിഴ്നാട്ടിൽ ഒരു സീരിയലൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരു തമിഴ് ആക്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വോട്ടവർ രണ്ടുപേരും സന്തോഷമായിട്ട് അങ്ങോട്ട് ജീവിക്കട്ടെ, നമുക്കതല്ലേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നീ എന്തിനാണ് ഈ തമിഴ്നാട്ടിലേക്ക് പോയത് എന്നൊക്കെ ചോദിക്കുന്നത് വളരെ ചീപ്പായിട്ടുള്ളൊരു കാര്യമല്ലേ? അല്ല, അങ്ങനെ ചോദിക്കുന്ന ചില ആളുകളെ ഞാനിവിടെ കണ്ടേ. കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വീഡിയോ ചെയ്യാനിരിക്കുന്നതിന് 2 മിനിറ്റ് മുമ്പ് അനുമോളുടെ ചാനലിൽ ഒരു വീഡിയോ ഒക്കെ വന്നു. അതിനകത്ത് നമ്മുടെ ലക്ഷ്മി നക്ഷത്ര, ആദില, നൂറ ഇവരൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ പോകാം. അതിന് മുമ്പായിട്ട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായം വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം കമന്റ് ബോക്സ് ഉണ്ട്, അങ്ങോട്ട് രേഖപ്പെടുത്തുക. കൂടാതെ കമന്റ് ബോക്സിന്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തു. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, അനുമോളെ ഇത്രയും അധികം ആളുകൾ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. സീരിയസ്ലി കുറെ ആളുകൾക്ക് ഇഷ്ടമാണെന്ന് അറിയായിരുന്നു. പക്ഷേ അനുമോളുടെ കല്യാണം അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സോഷ്യൽ മീഡിയയിലേക്ക് വീഡിയോകൾ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്തോരം റീച്ച് ആ വീഡിയോക്കൊക്കെ. സത്യം പറഞ്ഞ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഈ പെൺകുട്ടിയെ ഇഷ്ടമുള്ളവരൊന്ന് താഴെ കമന്റ് ബോക്സിൽ പറയണേ. ഇനി നമുക്ക് ഓരോരോ വീഡിയോകളായിട്ട് നുള്ളിപ്പിറക്കി അങ്ങോട്ട് സംസാരിക്കാം. ആദ്യം തന്നെ മിനിഞ്ഞാന്നല്ല ഇന്നലെ അനുമോൾ ഇട്ടൊരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ അനുമോൾ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്ക് അത് കേൾക്കാം, എന്നിട്ട് ബാക്കി. ഇന്നലെ ഞാനൊരു ബ്രൈറ്റ് ടു ബിയുടെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ട്രഡീഷണൽ വീഡിയോ. അപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് പേരെങ്കിലും അറിഞ്ഞു കാണും എന്താന്നുള്ളത്. അതെ, ഇന്നെന്റെ കല്യാണമാണ്. അതെ ഇന്നെന്റെ കല്യാണമാണ്. അതെ, എനിക്ക് എന്താ പറയേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. 5:15 കല്യാണം. അപ്പോ 5 മണിക്ക് മുന്നേ അവിടെ എത്തണം. അതിന് മുന്നേ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റൈലിസ്റ്റ് അമൃതയുണ്ട്, സിജനുണ്ട്, സിജന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പം മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് കുറെ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് ഞാൻ കുറെ കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, കല്യാണം എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല, എന്താ കുറച്ചുപേര് പറയുന്നു ശരിക്കും പറയാതെ ഇപ്പൊ പെട്ടെന്ന് പറയുന്നതാണ്, ഒരു സർപ്രൈസ് തന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒത്തിരി എനിക്ക് തോന്നുന്നു ഒരു 90% ആൾക്കാർ പറഞ്ഞു എന്താ പറയാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. മീഡിയക്കാരൊക്കെ ചോദിച്ചപ്പോ കല്യാണം ഇല്ല, അടുത്ത വർഷമേ ഉള്ളൂ എന്നൊക്കെ എന്തിനാ കള്ളം പറഞ്ഞത്. ഒരു സർപ്രൈസ് ആയിരുന്നു. അത് മാത്രമല്ല പറയാൻ നമ്മുടെ ലൈഫിലൊരു വലിയൊരു ബിഗ് ഡേ ആണല്ലോ. അപ്പം അത് പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരും പറഞ്ഞ് നടക്കണം അങ്ങനെ എനിക്ക് തോന്നിയില്ല. ഇതൊരു എന്താ പറയുക സർപ്രൈസ് ആയിട്ട് വെക്കാന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരുടെയും ആഗ്രഹത്തിന്റെ പുറത്ത് മാത്രമല്ല, എല്ലാവരും എന്നോട് പറയാറുണ്ട് അനുമോളുടെ കല്യാണം എന്നാ ചോദിക്കാറുണ്ട്. അതെ, ഇന്നാണ് ആ ദിവസം. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്റെ നല്ലത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ബാക്കി ലക്ഷ്മി നക്ഷത്ര പറയുന്നേ, അതിലേക്ക് പോകാം. അതിനു മുമ്പ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. എൻ്റെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടെങ്കിൽ എനിക്കത് 10 പേരോട് പറയാൻ താല്പര്യമില്ല. എന്തിനാ അതിൻ്റെ ആവശ്യം?
ഓക്കെ, അനിമോൾ ഒരു സ്റ്റാറാണ്, അത്യാവശ്യം ഒരുപാട് ആളുകൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ്, ആളുകൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് എന്ന് വെച്ചിട്ട് എല്ലാം നാട്ടുകാരോട് വിളമ്പണമെന്നുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അവരായിട്ട് വന്ന് പറഞ്ഞു, അതിനുശേഷം അതിൻ്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സികൾ വന്നാൽ അപ്പോൾ ആളുകളോട് മറുപടി പറയേണ്ടി വരും. അതിനേക്കാട്ടിലും നല്ലത് സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. പ്രത്യേകിച്ച് കല്യാണം, അനിമോളുടെ വിവാഹം. കുറേ കാലമായിട്ട് അനിമോളെ എവിടെ കണ്ടാലും ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ, കല്യാണം. ഇൻ്റർവ്യൂകളിൽ പോലും അനിമോളോട് ചോദിക്കുന്ന മെയിനൊരു ചോദ്യമാണ് എന്നായിരിക്കും കല്യാണം, അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയക്കാർ ചോദിക്കുന്ന ഒരു മെയിൻ ചോദ്യമാണ്. അപ്പോഴൊക്കെ അനിമോൾ പറയുന്നത് ഇപ്പം കാണത്തില്ല, ചിലപ്പോൾ ഈ വർഷം ഇല്ലെങ്കിൽ അടുത്ത വർഷം, കുറച്ചായിട്ട് അനിമോൾ പറയുന്നത് അതാ. അതുപോരെ അല്ലാതെ ഇന്ന ഡേറ്റിലാണ്, ഇന്താണ് ടൈം, ഈ ടൈമിൽ അങ്ങോട്ട് താലി കെട്ടും, ഇതൊക്കെ ഇങ്ങനെ വിശദീകരിക്കേണ്ട കാര്യം എന്താ? അതിൻ്റെ ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഒരാവശ്യവും ഇല്ല. നമുക്ക് എല്ലാവർക്കും ഒരു സ്റ്റാർ ആയിക്കോട്ടെ, ഒരു കോമൺ മാൻ ആയിക്കോട്ടെ, നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ളൊരു പ്രൈവസി, ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ട് ഇല്ലേ? അത് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. നമ്മുടെ ഒരു ലൈഫിലെ പ്രധാനപ്പെട്ട കാര്യം അത്. ഇപ്പം നമ്മളൊരു സ്റ്റാർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഹൂവർ ഇറ്റ് ഈസ്, മറ്റുള്ളവരോട് പറയാൻ നമുക്ക് തോന്നിയാൽ മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ അതിനകത്ത് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിടികിട്ടിയോ? ഇപ്പം നമ്മുടെ ലാലേട്ടൻ്റെ മകൻ പ്രണവിൻ്റെ വിവാഹം, കല്യാണത്തിന് 2 മാസം മുമ്പേ നാട്ടുകാരോടെല്ലാം പറയണം എന്ന് വല്ല നിർബന്ധമുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇപ്പം അമ്പലത്തിൽ പോയി തന്നെ താലി കെട്ടണം നിർബന്ധമുണ്ടോ? ഇല്ല. എവിടെയെങ്കിലും ഒരു രജിസ്റ്റർ മാരേജ് മതി, ആരെ അറിയിക്കേണ്ട. നമ്മുടെ പ്രണവിൻ്റെ അച്ഛനും അമ്മയും പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും മതി, അവിടെ കഴിഞ്ഞു. കുടുംബക്കാരെ പോലും വിളിക്കേണ്ട. എന്തിനാ അതൊക്കെ? അതിൻ്റെയൊക്കെ ആവശ്യം എന്താ? കുടുംബക്കാരെല്ലാവരും കൂടെ ഒന്നിച്ച് നമ്മുടെ കൂടെ എന്തൊരു പ്രശ്നം വന്നാലും കൂടെ കാണുമെന്നാണോ? എല്ലാ കാലവും കാണുമോ? ഇല്ല. കല്യാണം കഴിക്കുന്നത് ആരാണോ അവർ കാണൂ. എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അടി പിടിക്കാനാണെങ്കിലും ഒക്കെ. ആ ഒരു ഇപ്പം ഒരു വഴക്കുണ്ടായാൽ തന്നെ അതിനകത്തോട്ടൊരു 3, 4, 5, 6 ആൾക്കാർ കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് പൊളിഞ്ഞു പോകത്തേ ഉള്ളൂ. അതിനെക്കാട്ടിലും നല്ല അവർ രണ്ടുപേരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക. ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് വളരെ നല്ല കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലൂടെ. അല്ലാതെ എല്ലാവരെയും എല്ലാം അറിയിക്കണം, അതിൻ്റെ ഒന്നും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ലക്ഷ്മി നക്ഷത്ര കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. എന്താ പറയണ്ടേ, ഒരുപാട് സന്തോഷമാണ്. നമ്മുടെ വീട്ടിലൊരു കുട്ടി, നമ്മുടെ ഒരു അനിയത്തിക്കുട്ടിയുടെ ഒരു ബിഗ് ഡേ ആണെന്ന്. അവള് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നേടിയെടുത്തിട്ടുള്ള ഒരു പേരാണത്. അത് വെറുതെ കിട്ടിയിട്ടുള്ളൊരു പേരല്ല, അത്രയും ഹാർഡ് വർക്കാണ്. കാരണം ബിഗിനിങ് സ്റ്റേജ് മുതൽ എന്താണ് അനു എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ തമ്മിൽ ഒരുപാട് സ്നേഹിക്കാറുണ്ട്, ഞാൻ അവളെ കൊഞ്ചിക്കാറുണ്ട്, ഞങ്ങൾ തമ്മിൽ തല്ലുകൂടാറുണ്ട്, കുറച്ച് നാൾ പിണങ്ങിയിരിക്കാറുണ്ട്, വീണ്ടും ഞങ്ങൾ കൂടാറുണ്ട്. സ്നേഹമുള്ളിടത്തല്ലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് അവളുടെ ബിഗ് ഡേയിൽ ലക്ഷ്മി പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നത് കേട്ടോ. വേറൊന്നുമല്ല, സ്നേഹമുള്ളിടത്തെ അടിയും വഴക്കും ഒക്കെ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ആ അടിയും വഴക്കും ഉണ്ടാവുന്നതിൻ്റെ ഇടയിലേക്ക് നമ്മൾ പുറത്തുനിന്നൊരു 3-4 എണ്ണത്തിനെ കൊണ്ട് കുത്തിക്കയറ്റിയ ആ അടിയും വഴക്കും ഒരിക്കലും തീരത്തില്ല. 2 പേർ തമ്മിലുള്ള അടിയും വഴക്കും ഒക്കെ ആ 2 പേരും തമ്മിൽ പറഞ്ഞ് സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. എനിക്കങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. അല്ലാതെ അതിനകത്തോട്ട് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും ഒരു 2 കൂട്ടുകാരും അല്ലെങ്കിൽ ഒരു 2 കൂട്ടുകാരെയും ഒക്കെ കൊണ്ട് കയറ്റിക്കഴിഞ്ഞാൽ ഗോപി, ഇത്രേ ഉള്ളൂ. ഭയങ്കര സുന്ദരിക്കുട്ടിയായിട്ട് ഭുവന്റെ കൈ പിടിച്ച് ഇങ്ങനെ ആ ഒരു സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. ഇതിനു മുമ്പും ഞങ്ങളുടെ സർക്കിളിലുള്ള പലരും ഇതുപോലെ കല്യാണം കഴിച്ചപ്പോൾ അനു പറയും, ചേച്ചി എനിക്കിനി എന്നാ ഇതുപോലെ കല്യാണം കഴിക്കാൻ പറ്റും. അനു ഭയങ്കര ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കുട്ടിയാണ്. അപ്പം അങ്ങനെ ഒരാളെ, അനുവിനെ പൊന്നുപോലെ നോക്കണ ഒരാളുടെ കയ്യിൽ ലക്ഷ്മി നക്ഷത്ര കൈ പിടിച്ച് കൊടുത്തതുപോലാണല്ലോ ചില ഡയലോഗുകളൊക്കെ. അല്ല, എനിക്ക് അങ്ങനെ തോന്നി, നിങ്ങൾക്ക് തോന്നിയോ? കൈ ബാക്കി കേൾക്കാം. അഭിശോക്തി പറഞ്ഞതായിരിക്കും അല്ലേ? ബാക്കി ഇന്നലെ ഞാൻ ഒരാളെ പിടിച്ച് വാരി പൊത്തിയപ്പോഴത്തേക്ക് അയാൾ വന്നിരുന്ന് അടിച്ചതാ. അഭിശോക്തി പറഞ്ഞതാണെന്ന്. ബാക്കി കേൾക്കാം. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പം അനുവിനെ സ്റ്റാർ മാജിക്കിലും ബിഗ് ബോസിലെ ടൈറ്റിൽ വിന്നറായിട്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത പോലെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ അനുവിനെയും അതുപോലെ തന്നെ ഭുവനെയും എന്താ പറയുക, നിങ്ങൾ ബ്ലസ് ചെയ്യുക, അനുഗ്രഹിക്കുക. ആൻഡ് നമ്മൾ മലയാളികൾക്ക് ഒരു തമിഴ് ഒരു എന്താ പറയുക, ഒരു സൂപ്പർ പയ്യനെ ഇങ്ങോട്ട് കിട്ടിയിരിക്കുകയാണ്. സോ നമ്മുടെ ഒരു വാം വെൽക്കം ടു ഭുവൻ ടു. താങ്ക് യു ആൻഡ് ഹാപ്പി മാരീഡ് ലൈഫ് വിഷസ് ടു ബോത്ത് ഓഫ് യു. അതെന്താ ചേച്ചി അങ്ങനെ ഒരു ഡയലോഗ്, ഒരു തമിഴ് പയ്യനെ ഇങ്ങോട്ട് കിട്ടിയിരിക്കുകയാണെന്ന്?
സാധാരണ കല്യാണം കഴിച്ച് പെൺകുട്ടികൾ അങ്ങോട്ടേക്കല്ലേ പോകാറ്, ഭർത്താവിൻ്റെ വീട്ടിലേക്ക്. അല്ല, ഒരു എനിക്ക് നമ്മുടെ ഹിന്ദുക്കളുടെ മാരേജിൻ്റെ ഒരു ഇത് വെച്ചേ എനിക്ക് അറിയത്തുള്ളൂ കേട്ടോ. കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകും, അവിടെ നിൽക്കണം എന്നൊന്നുമില്ല. കല്യാണം കഴിച്ച് ഭർത്താവും ഭാര്യയും കൂടെ അവരുടെ ഇഷ്ടത്തിന് എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറി താമസിക്കുക. അതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നല്ലത്, സമാധാനത്തിൽ ജീവിക്കണമെങ്കിൽ. അതല്ലാതെ ജീവിക്കുന്നവരുമുണ്ട്, ഇന്നും കൂട്ടുകുടുംബമൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. പക്ഷെ ഭൂരിഭാഗം ആളുകൾക്കും അത് പറ്റാറില്ല, എന്തെങ്കിലുമൊക്കെ ചകട നടക്കും. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും മാറി താമസിക്കുന്നതിനോടൊന്നും ഞാൻ എതിരല്ല. പക്ഷെ ഈ ഡയലോഗ് എന്തായിരുന്നു, തമിഴ് പയ്യനെ നമുക്ക് ഇങ്ങോട്ട് കിട്ടിയെന്ന്. ഇതും അതിശയോക്തിയാണോ? 2 ദിവസമായിട്ട് കുറെ ആൾക്കാരുടെ അഭിശയോക്തി ഞാൻ കേട്ടോണ്ടിരിക്കുക. അങ്ങനല്ലേ ആ വേർഡ്? ഓരോന്നൊക്കെ വിളിച്ചു പറയും, എന്നിട്ട് പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിശയോക്തി. ആദില നൂറ, നമ്മളെ അനുക്കുട്ടി ചേച്ചിന്റെ കല്യാണമാണ്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ആ കഴിഞ്ഞു, ഇപ്പൊ ഫോട്ടോ എടുത്ത് ചൂടോടെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളൂ, എക്സ്ക്ലൂസീവാ. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആട്ടോ. അവളെ ആ ഒരു സന്തോഷവും എന്താ പറയാ എക്സൈറ്റ്മെന്റ് ഒക്കെ കാണുമ്പോ എന്താ പറയാ, രണ്ടുപേരും നല്ല ഹാപ്പിയാണ്. നല്ല ഹാപ്പി. കണ്ണൊന്നും തട്ടാതിരിക്കട്ടെ, അതാ പറയാ, കണ്ണ് തട്ടാണ്ടിരിക്കട്ടെ ഇങ്ങനെ. അപ്പോൾ അവളും കുറെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കല്യാണം കഴിക്കണം എന്ന്. അവള് കറക്റ്റ് പക്ക പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് പെട്ടെന്ന് സെറ്റിൽ ആവണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ അവളെ സമ്മതിക്കണം. ഷീ ഈസ് റിയലി വെരി സ്ട്രോങ്. കാരണം എന്താ വെച്ചാൽ ഹാർഡ് വർക്കിംഗ്. കാരണം ഇത്രയും ഒരു സമയത്തിനുള്ളിൽ എല്ലാം ഓടിച്ചെന്ന് ഒറ്റയ്ക്ക് ചെയ്ത് ഞങ്ങളും കാണുന്നുണ്ട് എല്ലാം. ഞങ്ങളടുത്ത് കൊച്ചിയിൽ വന്നാലും എല്ലാം സ്വന്തം ചെയ്ത് എല്ലാം തന്നെ സെറ്റാക്കി, വേറെ ആരും അങ്ങനെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊന്നും ഇല്ല. അപ്പൊ എല്ലാം തന്നെ ചെയ്ത് അടിപൊളിയാക്കി ഞാൻ പരിപാടിയൊക്കെ തീർത്തിട്ടുണ്ട്. അതും ഇത്തരം പരിപാടിയൊക്കെ അത് ഹാൻഡിൽ ചെയ്ത് സോർട്ട് ചെയ്തെടുക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ അവളുടെ ലൈഫ് അവള് എന്നെ അങ്ങോട്ട് പൊരുതി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മുഖത്ത് കാണുന്ന ഗ്ലോ ബ്ലഷ് ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അവളുടെ ഈ ഒരു ഹാപ്പിനെസ് കണ്ടതിൽ. ഇനി ത്രൂ ഔട്ട് അവരുടെ ഇപ്പൊ ഈ കാണുന്ന ഈ ഐശ്വര്യം ത്രൂ ഔട്ട് ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് ഉള്ളെന്ന് നമ്മൾ ആഗ്രഹിക്കുക കേട്ടോ. കാരണം ഇപ്പൊ ബിഗ് ബോസിന്റെ ഉള്ളിൽ നിന്നാണെങ്കിലും നമ്മൾ കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് അറിയുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ അത് വെച്ചിട്ട് നമുക്കറിയാം എത്രത്തോളം അവൾക്ക് ഈ ഒരു മൂമെന്റ് സ്പെഷ്യൽ ആണെന്ന്, നമുക്കും എത്രത്തോളം സ്പെഷ്യൽ ആണെന്നൊക്കെ. അപ്പോൾ ഐ ഹോപ്പ് നീ ഇത് കാണുമ്പോൾ ഒന്നും കൂടെ ഹാപ്പി ആവുമെന്ന്. ഹാപ്പി ആയില്ലെങ്കിൽ നീ അങ്ങോട്ട് കൊച്ചിയിലേക്ക് വാ, അടച്ചേരാ. അപ്പൊ അടിപൊളിയായിട്ടുണ്ട്. ഹാപ്പിയസ്റ്റ് മാരീഡ് ലൈഫ്. ഞാനും അതാണ് കേട്ടോ പറയുന്നത്, ഹാപ്പിയസ്റ്റ് മാരീഡ് ലൈഫ്. അടിപൊളിയായിട്ട് പോട്ടെ. തമിഴ് പയ്യൻ, തെലുങ്കൻ പയ്യൻ, ബംഗാളി പയ്യൻ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, 2 മനുഷ്യന്മാർ വൃത്തിക്ക് കല്യാണം കഴിച്ചു, ഹാപ്പി ആയിട്ട് പോട്ടെ. അങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി, അതൊക്കെ വിടൂ. അങ്ങനത്തെ സാധനമൊന്നും ഇന്നത്തെ കാലത്തില്ല. എൻ്റെ ഒരു മെൻറ്റാലിറ്റി, എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വെച്ച് ഞാൻ അടിച്ചെന്നേ ഉള്ളൂ കേട്ടോ, പറഞ്ഞതേ ഉള്ളൂ. എല്ലാവർക്കും ഇത് അതേപോലെ എടുക്കാൻ പറ്റണം, യോജിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. എന്താണെങ്കിലും ഒരുപാട് ആളുകൾ അനുഗ്രഹിക്കുന്നുണ്ട്. സുരേഷ് ഗോപി ചേട്ടൻ, എല്ലാവരും പുള്ളിയെ നല്ല രീതിയിൽ എടുത്ത് വറക്കാറുണ്ട്, ഞാനും വറക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ പുള്ളി കുറച്ച് ഒരു ഒബീഡിയൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അനുമോളോട് പറഞ്ഞ വാക്കൊക്കെ പാലിക്കാനായിട്ട്, അല്ലെങ്കിൽ അനുമോൾ പറഞ്ഞ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട്, രാഷ്ട്രീയത്തിൻ്റെ ഒരു ബെനിഫിറ്റിനായിട്ട് അങ്ങനൊന്നും ഞാൻ സംസാരിക്കില്ല കേട്ടോ, അത് തെറ്റായി പോകും. എന്താണെങ്കിലും പുള്ളി വരുന്നുണ്ട്, പുള്ളി വെളുപ്പാങ്കാലത്ത് വന്ന് ആ 2 പേരെ അനുഗ്രഹിക്കുന്നുണ്ട്, അമ്പലത്തിൽ വന്ന് നിന്ന്. എന്നിട്ട് പുള്ളി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. ശ്രീവിദ്യ മുല്ലശ്ശേരി രാഹുലിന്റെ കല്യാണത്തിന് വന്നപ്പോ ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു, നീ എപ്പോഴാ കെട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ കെട്ടുമ്പം ചേട്ടനായിരിക്കും വന്ന് എന്നെ അനുഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അത് അന്ന് അരക്കിട്ട് ഉറപ്പിച്ച ഒരു വാഗ്ദാനമായിപ്പോയി. ഏതാ? ഓ, ഇവിടെ വെളിച്ചത്തോട്ട് വാ. ആളത്ര വെടിപ്പാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ പുള്ളി ഭയങ്കര നീറ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇതിപ്പോൾ ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ ഭർത്താവിൻ്റെ പേര് രാഹുൽ, അതുപോലും ഓർത്തു വെച്ചിട്ടുണ്ട് ആ മനുഷ്യൻ. ഇതൊക്കെ സമ്മതിച്ചു കൊടുക്കണ്ടേ? എന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയപരമായിട്ട് പുള്ളിയുടെ നയങ്ങളോട് നമ്മൾ എതിർത്ത് തന്നെ നിൽക്കും. പക്ഷെ ചില കാര്യങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങൾ, അതൊക്കെ ഓർത്ത് വെക്കുക. അനുമോൾ അന്ന് അവരുടെ കല്യാണത്തിൻ്റെ സമയത്ത് ചേട്ടൻ തന്നെ വരും, എന്നെ അനുഗ്രഹിക്കുക എന്നൊക്കെ പറഞ്ഞത് ഓർത്ത് വെച്ചിട്ട് കറക്റ്റ് ആ സമയത്ത് കല്യാണത്തിന് വിളിച്ചപ്പോഴത്തേക്ക് കല്യാണ ദിവസം വന്ന് അവരെ അനുഗ്രഹിക്കുക, ഇതൊന്നും ചെറിയ കാര്യമൊന്നുമില്ല. ഇതൊന്നും എല്ലാവർക്കും പറ്റുന്ന കാര്യമൊന്നുമല്ല, പ്രത്യേകിച്ച് ഒരു കേന്ദ്രമന്ത്രി, എന്നെ കൊണ്ട് തോന്നുന്നില്ല. സോ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ പുള്ളിയെ ഞാൻ സപ്പോർട്ട് ചെയ്യും കേട്ടോ.
വളരെ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ തന്നെ, പ്രത്യേകിച്ച് പുള്ളിക്ക് പെൺകുട്ടികളോടുള്ള ഒരു സ്നേഹം അതൊക്കെ ആയിരിക്കാം, വോട്ടെവർ എന്തൊക്കെയാണെങ്കിലും. പിന്നെ ഈ ശ്രീവിദ്യയുടെ ഹസ്ബൻഡിന്റെ പേരൊക്കെ ഓർത്ത് വെക്കുന്നതൊക്കെ ചെറിയ കാര്യമൊന്നുമല്ല. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് വോട്ടെവർ ഇറ്റ് ഈസ് എന്തൊക്കെയാണെങ്കിലും. പിന്നെ ഇവരുടെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് റീൽസ് ഒക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്, ഒരുപാട് കമന്റ്സും വരുന്നുണ്ട്, നല്ല കമന്റ്സ് വരുന്നുണ്ട്. പിന്നെ ഇതുപോലുള്ള ചെറിയ ചൊറിയൻ കമന്റ്സ് ഉണ്ട്. തമിഴിനെ തേടിപ്പോയവൾ എന്നൊക്കെ പറഞ്ഞ് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അനുമോളുടെ തന്നെ വീഡിയോ അടിയിൽ വന്നൊരു കമന്റാണ്, കല്യാണം എന്ന പേരും പറഞ്ഞ് ഒരു 2 മാസം മുന്നേ വെറുപ്പിക്കുന്ന വീഡിയോസ് ഇടുന്ന ആൾക്കാരെക്കാൾ എത്രയോ നന്നായി, ഇഷ്ടമായി എന്ന് പറയുന്ന ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടു കേട്ടോ. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, ചില ആളുകൾ പ്രത്യേകിച്ച് ഈ യൂട്യൂബിലെ ലൈഫ് സ്റ്റൈൽ വ്ലോഗേഴ്സൊക്കെ കല്യാണമായി കഴിഞ്ഞാൽ മോതിരം എടുക്കാൻ പോകുന്നതും പാൻ്റ് എടുക്കാൻ പോകുന്നതും ജട്ടി എടുക്കാൻ പോകുന്നതും ഉൾപ്പെടെ പല വീഡിയോകളായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കും. കാരണം സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ വിറ്റുകൊണ്ടേയിരിക്കും. സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ, മറ്റുള്ളവൻ്റെ ജീവിതത്തിലെ അല്ല, സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ. മനസ്സിലായല്ലോ എന്താ അത് പറഞ്ഞതെന്ന്? ഓക്കെ, ഇങ്ങനെ വിറ്റുകൊണ്ടേയിരിക്കും. ഞാനപ്പോൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്താ ഇവർ ചെയ്യുന്നത്? സ്വന്തം എന്നെ കൊണ്ട് പറ്റില്ല. എൻ്റെ ലൈഫിലെ കാര്യങ്ങൾ നമ്മളെല്ലാവരും, നിങ്ങൾക്ക് അറിയാം, എല്ലാവരും അത്ര നീറ്റല്ല, എല്ലാവർക്കും പല പ്രശ്നങ്ങൾ കാണും. പക്ഷെ അത് നമ്മൾ വന്നിരുന്ന് നാട്ടുകാരോട് പറഞ്ഞ് വിറ്റ് കാശ് മേടിക്കുന്നതിനോട് എന്തോ അത്ര നല്ല മോനൊന്നും അല്ല. എന്നാലും ഈ ഒരു പരിപാടിയോട് എനിക്ക് താല്പര്യം അങ്ങോട്ട് ഇല്ല. ഓക്കെ, അതിവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കല്യാണമായാൽ പിന്നെ പ്രഗ്നൻസി ടൈമിൽ അതൊക്കെ ആയിക്കോട്ടെ, അവരുടെ ലൈഫിലെ കാര്യങ്ങൾ. പക്ഷേ ഈ ഒരു ദിവസം, ഇന്നത്തെ ഒരു ദിവസം അനുമോളും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. പക്ഷെ അതിനകത്ത് നമുക്കൊരു പരിധി കൂടുതൽ, അവൾക്കും കാശ് വേണം, അവൾക്കും കാശ് വേണം. ഇന്നലെ വരെ അവളുടെ ഒരു പ്രൈവറ്റ് സ്പേസിൽ കല്യാണം ഇന്ന ദിവസമാണ്, ഇത് നേരത്തെ പറഞ്ഞ് നടന്ന് ആരും വേണ്ട. മനസ്സിലായില്ലേ? ഓൺലൈൻ മീഡിയക്കാരെ പോലും ഇപ്പോൾ ചാലക്കുടി നടക്കുന്ന പരിപാടിയിലോട്ട് കയറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അനുമോള് ഈ ദിവസം എന്തായാലും എല്ലാവരും അറിഞ്ഞു എൻ്റെ കല്യാണമാണെന്ന്. പിന്നെ അവളുടെ ചാനലിനകത്തൂടെ അവളുടെ കല്യാണത്തെ വെക്കുന്നു. അത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. കല്യാണം മാത്രമല്ലേ ഉള്ളൂ, വേറൊന്നും ഇല്ലല്ലോ. പോട്ടെ, ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് മുഴുവൻ. നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.